കുഞ്ഞിച്ചോ മിനസാൻ നമ്മുടെ മിസ്റ്റ് മൈറ്റ് മഹിത്തിന്റെ സീസൺ 1 എപ്പിസോഡ് 16 എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ എല്ലാവരും എന്നോട് ഒന്ന് ക്ഷമിച്ചേക്ക്. ഇന്നത്തെ എപ്പിസോഡ് വളരെ ചെറുതായിരിക്കും. കാര്യം നോർമലി ഞാൻ 3 ചാപ്റ്റേഴ്സാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇന്ന് ഞാൻ 2 എണ്ണം മാത്രമേ ചെയ്യുന്നുള്ളൂ. വേറൊന്നും കൊണ്ടല്ല, എനിക്ക് അത്യാവശ്യമായി ഒരു സ്ഥലം വരെ പോകേണ്ടതുകൊണ്ടാണ്. അപ്പോൾ ഇന്ന് ചെയ്യാത്ത ചാപ്റ്റർ നാളെ ഞാൻ കൂട്ടി നാളെ 4 ചാപ്റ്റേഴ്സിന്റെ ഒരു വീഡിയോ ആയിരിക്കും നിങ്ങളെ കാത്തിരിക്കാൻ പോകുന്നത്. സോ നിങ്ങൾ ആരും തന്നെ വിഷമിക്കേണ്ട. പിന്നെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കണ്ട. ബിക്കോസ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇനി അങ്ങോട്ടുള്ള മിസ്റ്റ് മൈറ്റ് മഹയത്തിന്റെ എപ്പിസോഡ്സ് എന്ന് പറയുന്നത് ഒരു രക്ഷയും കാണത്തില്ല. അങ്ങനെ ഈ എപ്പിസോഡ് തുടങ്ങാൻ നേരത്ത് നമുക്കൊരു പക്ഷിനെയാണ് കാണാൻ സാധിക്കുന്നത്. അതാട്ടെ ഒരു വെള്ളി മൂങ്ങയായിരുന്നു. അതൊരു മരക്കൊമ്പിൽ വന്നിരുന്നതിന് ശേഷം നിരച്ചുറ്റിനും നോക്കുന്നുണ്ട്. എന്നാൽ ആ സമയം കാണുന്നത് ആരോ അവിടെ കൂടെ നടന്ന് ചെല്ലുന്നതാണ്. അവർ നടന്ന് നടന്ന് ഒരു ഗുഹയുടെ മുന്നിലേക്ക് എത്തി. എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കടക്കുകയും ചെയ്തു. അത് ആ 2 ഗാർഡ്സും പിന്നെ ആ മിസ്റ്റീരിയസ് ആയിട്ടുള്ള അവർക്ക് നിർദ്ദേശം നൽകിയ ആ ഒരു വ്യക്തിയുമായിരുന്നു. കോപ്സ് ബ്ലഡ് വാലി മാസ്റ്റർ, താങ്കൾ എവിടേക്ക് എത്തിയല്ലേ? അതെ, ആ വെളിച്ചം അത് കൂടുതലാണ്, അത് കെടുത്തണം. നിങ്ങൾ ഇവിടെ തന്നെ നിന്നാൽ മതി, ഞാൻ അകത്തേക്ക് ചെല്ലുവാണ്. യെസ് സാർ. അതിനുശേഷം വെളിച്ചമൊന്നുമില്ലാതെ തന്നെ അവർ നേരെ മുന്നിലേക്ക് നടക്കാൻ തുടങ്ങി. ആ സ്ഥലമാട്ടെ വളരെ ഇരുട്ടേറിയതാണ്. പെട്ടെന്നാണ് ഒരു ജീവിനെ നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പോ പ്രിപ്പറേഷൻ ഒന്നും ഒരു കുറവും വരുത്തിയിട്ടില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതെ, ഒരു കുറവും വരുത്തിയിട്ടില്ല. കണ്ടിട്ട് അവസാനത്തിനെക്കാട്ടും കുറച്ച് ഡേഞ്ചറസ് ആണെന്ന് തോന്നുന്നല്ലോ ഇത്. താങ്കൾ അതിൻ്റെ അടുത്തേക്ക് ചെല്ലാതിരിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അതിനെ പിടിച്ച് കെട്ടിയിരിക്കുവാണ്, പക്ഷെ സ്റ്റിൽ അത് ഡേഞ്ചറസ് ആണ്. ഫുള്ളി മെച്ചുറാത്ത ഒമ്നിയോസ് അല്ല ബീസ്റ്റും അപകടകാരിയാണ്. ഒമ്നിയോസ് അല്ല ബീസ്റ്റ് സാധാരണ ഒരു ജീവിനേക്കാളും മുന്നിൽ നിൽക്കുന്ന ഈ നേച്ചറിനെ തന്നെ റിജക്ട് ചെയ്യുന്ന ഒരു ജീവി, ദ ഹണ്ടർ ഓഫ് ദി വീക്ക്. ഇത് ഒരു കിമി മൊറിയുമാണ്. ഇത് നോർത്തേൺ സീനിൽ നിന്നാണ് ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അതിനുശേഷമാണ് അതിനെ നമ്മൾ പ്രോപ്പർലി കാണുന്നത്. അതിനായിട്ട് ആ കൂട്ടിൽ അടച്ചിട്ട നിലയിലാണ്. പെട്ടെന്നാണ് ദേഷ്യം വന്നിട്ട് അത് ഉച്ചത്തിൽ കിടന്ന് അലറാനിട്ട് തുടങ്ങിയത്. ഞാൻ നിർദ്ദേശം തരുന്ന ആ നിമിഷം തന്നെ ഇതിനെ അങ്ങ് അഴിച്ചുവിട്ടേക്ക്. പിന്നെ കാണിക്കുന്നത് ഒരു ഫ്ലാഗ് ആണ്. സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചാലും പെട്ടെന്ന് തന്നെ എനിക്ക് തുറന്ന് കണ്ടെത്താൻ സാധിച്ചു. അല്ല, അപ്പൊ നീ ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത്? ഇത് പൊക്കിക്കൊണ്ട് നടക്കാൻ പോകുവാണോ? അത് കുറച്ച് ഡിഫിക്കൽട്ട് ആണെന്ന് നമ്മുടെ ജിയോങ് പറയുകയും ചെയ്യും. ഇത് കണ്ടിട്ട് താഴത്ത് എന്തോ മെറ്റിലുള്ള സാധനം ഇട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. സോ ചുരുക്കം പറഞ്ഞാൽ ഇത് പൊക്കിക്കൊണ്ട് നടക്കാതിരിക്കാനായിരിക്കണം അവരിങ്ങനെ ചെയ്തിട്ടുള്ളത്. മേ ബി ഈ ഒരു ടെസ്റ്റ് പാസ് ആകണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ഫ്ലാഗ് ഉള്ള സ്ഥലത്ത് തന്നെ ഈ ഫ്ലാഗ് ഇരിക്കണമായിരിക്കും. അല്ല, അപ്പൊ നീ ഇത് ബ്രേക്ക് ചെയ്യാൻ പോകുവാണോ? അതിന്റെ കാര്യമില്ല, എനിക്കെന്തായാലും ഇപ്പം. പെട്ടെന്നാണ് അവനത് ശ്രദ്ധിക്കുന്നത്. അല്ല, എന്ത് പറ്റി? ഇവിടെ എന്താ എഴുതിയിട്ടുണ്ട്? എന്ത് 3 ഫോംസ് ഓഫ് ദി സോഡ് കോമ്പറ്റീഷൻ ഓഫ് എ ഡിസ്റ്റിങ്വിഷ് സോഡ് ഡാൻസ്. അല്ല, ഇത്. എന്നിട്ട് അവനിത് വായിക്കാനും തുടങ്ങി. ഇത് കേൾക്കാൻ നേരത്ത് തന്നെ ബ്ലൂ സ്പിരിറ്റിന് കാര്യം മനസ്സിലായി. അതൊരു സോഡ് ഫോർമേഷൻ ടെക്നിക്കിന്റെ തുടക്കമാണ്. എന്ത് സോഡ് ഫോർമേഷനോ? അല്ല, നീ നേരത്തെ പറഞ്ഞതുപോലെയാണോ? ആ, ഏകദേശം. പക്ഷെ ഇത് പൂർണ്ണമല്ലല്ലോ. അതെ, അത് പൂർണ്ണമല്ല. അതിന് കംപ്ലീറ്റ്ലി ഇപ്പോൾ ഒരു ഓപ്പണിംഗ് കാണാൻ സാധിക്കും. ചുരുക്കം പറഞ്ഞാൽ ആ ഒരു 4 അക്യുപഞ്ചറുള്ള പോയിന്റ്സ് ആണ് അതിന്റെ ഓപ്പണിംഗ്. പക്ഷേ ഒരു സോഡ് ഫോർമേഷൻ അതങ്ങനെ ഓപ്പണിംഗ് ഉണ്ടെങ്കിൽ അതൊരിക്കലും പോസിബിൾ അല്ല. അവരെന്താണ് ഇത്രയും ഇൻകംപ്ലീറ്റ് ആയുള്ള ടെക്നിക്ക് ഇവിടെ? ആ സമയത്ത് ജിയോങ് ഒന്ന് ആലോചിച്ചു. മേ ബി ബാക്കിയുള്ള ഫ്ലാഗ്സ് ഇതിന്റെ ബാക്കി ഉണ്ടായിരിക്കുമെങ്കിലോ, അത് അവർ ഡിവൈഡ് ചെയ്തതാണെങ്കിലോ? പെട്ടെന്നാണ് അവളും ഞെട്ടിയത്. ശരിയാണ്, നീ പറഞ്ഞതിലും ഒരു കാര്യമുണ്ട്. ബാക്കിയുള്ള ഫ്ലാഗ്സിന്റെ റെസ്റ്റ് ഉണ്ടെങ്കിൽ അത് ശരിക്കും സെൻസ് വരുത്തുന്നുണ്ട്. അപ്പോൾ നീ എന്താ ചെയ്യാൻ പോകുന്നത്? നീ ഇതിനു വേണ്ടി ഫൈറ്റ് ചെയ്യാൻ പോകുവാണോ? പിന്നല്ലാതെ. എന്തായാലും ഒരു ഹിഡൻ ആയിട്ടുള്ള അസൈൻമെന്റ് ഇതിന്റെ പിന്നിലുണ്ട്. എനിക്ക് തോന്നുന്നത് ബാക്കിയുള്ളവരും ചിലപ്പോൾ ഇത് റിയലൈസ് ചെയ്ത് കാണുമായിരിക്കും. അപ്പോൾ എങ്ങനെ പോയാലും ഈ ഫ്ലാഗ് തേടി നടന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആൾക്കാർ എൻ്റെ മുമ്പിലേക്ക് തന്നെ വരും. അവർക്കും അവിടെ ഫൈറ്റ് ചെയ്യേണ്ടി വരും. ഇത് ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ട്. കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ കോംപ്ലക്സ് ആയി. ശരിയാണ്, പക്ഷേ എന്തായാലും ഇതല്ലേ എനിക്ക് ആവശ്യമെന്ന് പറഞ്ഞ് അവനത് അറ്റാക്ക് ചെയ്ത് ആ ഫ്ലാഗ് 2 മുറിച്ചപ്പോഴാണ് പെട്ടെന്ന് അവൻ ഞെട്ടിത്തെറിച്ചു പോയത്. അല്ല, ഈ ഫ്ലാഗിൽ എന്തോ മന്ത്രവാദം ഉണ്ടായിരുന്നു. മന്ത്രവാദോ? അതെന്തെങ്കിലും ട്രാപ്പാണോ? കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. ഇത് ആക്ടിവേറ്റ് ചെയ്യുന്നതിന് പകരം ഇത് കെട്ടതുപോലെയുണ്ട്. മേ ബി ഇവിടെ എന്തെങ്കിലും. ഈ സമയത്താണ് ദൂരത്തൂടെ അത് ഓടുന്നത് കാണുന്നത്. ശരിയാണ്, അവർ പറയാത്ത എന്തോ തന്നെ ഈ ഒരു ട്രയലിൽ അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇതേസമയം ഒരുത്തനടെ തെറിച്ച് പോകുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. എന്തേ, ഇത്ര മാത്രമേ ഉള്ളോടോ? നീയല്ലേ ഇത് തുടങ്ങിയത്? അപ്പോ നീ കുറച്ചുകൂടെ അധികം കാര്യങ്ങൾ ചെയ്യണ്ടേ? മോശം.
ഇവൻ എങ്ങനെയാണ് ഇത്ര സ്ട്രോങ്ങർ ആയത്? നിനക്ക് നിനക്ക് എൻ്റെ ഇന്റേണൽ എനർജി യൂസ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. മേ ബി അവനെ സ്കാർലറ്റ് ഡെത്ത് വാലിയിലായതുകൊണ്ടായിരിക്കും. അപ്പോ എന്തേ ഇനി വരുന്നില്ലേ? വാ, എഴുന്നേറ്റ് വാടാ. നാശം, ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ സ്കോഡ് കംപ്ലീറ്റ്ലി. ആ സമയത്ത് അവർ പരസ്പരം നോക്കി. എന്നിട്ട് രക്ഷപ്പെട്ടെന്ന് പറഞ്ഞ് അവരെല്ലാരും കൂടെ തിരിച്ച് ഓടാനായിട്ട് തുടങ്ങി. ചേടാ വിഡ്ഢികളെ, നീയൊക്കെ ഓടി രക്ഷപ്പെടാൻ നോക്കുവാണോ? എങ്കിൽ നിനക്ക് തെറ്റി. നിനക്കൊക്കെ എപ്പോഴെങ്കിലും എന്നെ ചലഞ്ച് ചെയ്യാൻ പറ്റും. പക്ഷെ ഓടി ഒളിക്കണം എന്നുണ്ടെങ്കിൽ അതിനെന്റെ അനുവാദം വേണമെന്ന് പറഞ്ഞ് അവനവരെ ചേസ് ചെയ്യാനായിട്ട് തുടങ്ങി. നിന്നെയൊക്കെ കൊന്ന് നിന്റെയൊക്കെ തല ഞാൻ എൻ്റെ മുമ്പിൽ കൊണ്ടു നടക്കും. അപ്പൊ പിന്നെ ആരും എൻ്റെ നേരെ വരത്തില്ലല്ലോ എന്ന് പറഞ്ഞ് അവനവട്ടെ ഭ്രാന്തി പിടിച്ചോല അവരുടെ പുറകെ ചെല്ലുന്നുണ്ട്. നാശം, ഇതൊട്ടും നല്ലതല്ലെന്നും പറഞ്ഞ് അവൻ മുന്നിലേക്ക് ഓടിയപ്പോഴാണ് പെട്ടെന്ന് എന്തോന്ന് അവൻ്റെ നേരെ ചാടി വന്നത്. ഇത് കണ്ടപ്പോൾ അവനൊന്ന് നിന്നു. അവനത് വിശ്വസിക്കാൻ പറ്റുന്നില്ലായിരുന്നു. അല്ല, അതെന്താണ്? പിന്നെ കാണിക്കുന്നത് ആ ഒരു കിമി മുറിയനാണ്. അതിൻ്റെ വായിലട്ടെ ആ ഓടിപ്പോയവൻ്റെ തല ഇരിപ്പുണ്ടായിരുന്നു. എന്നിട്ട് അവൻ എന്നെ ജീവനോടെ ഭക്ഷിക്കാൻ തുടങ്ങി. കണ്ടു നിന്ന എല്ലാവരും ഞെട്ടിത്തെറിച്ചുപോയി. പതുക്കെ പതുക്കെ പുറകിലേക്ക് ഇറങ്ങണം, ശബ്ദം ഉണ്ടാക്കരുത്. നാശം, എൻ്റെ ഇന്റേണൽ എനർജി ഇല്ലാതെ എനിക്ക് ഇതിനെ കൊല്ലാൻ പറ്റത്തില്ല. പതുക്കെന്ന് പറഞ്ഞപ്പോഴാണ് ഒരുത്തൻ അവിടെ ഉണ്ടായിരുന്ന ഒരു മരക്കമ്പിൽ കയറി ചവിട്ടിയത്. ആ ഒരു ശബ്ദം അവൻ വെക്കുന്നുണ്ട്. അടുത്ത സെക്കൻഡ് തന്നെ അവൻ ആ അപകടം മനസ്സിലായി. തിരിഞ്ഞു നോക്കിയപ്പോൾ അവൻ കണ്ട കാഴ്ചയെന്ന് പറയുന്നത് ലിറ്ററലി ആ ഒരു മോൺസ്റ്റർ അവന്റെ നേരെ എഴുന്നേറ്റ് നിൽക്കുന്നതാണ്. നാശം, ഓടി രക്ഷപ്പെട്ടെന്ന് പറഞ്ഞ് അവൻ ഓടാനായിട്ട് പോയപ്പോഴാണ് പെട്ടെന്ന് അതവിടെ നിന്നത്. എന്നിട്ട് സൂക്ഷിച്ച് അത് നോക്കുന്നുണ്ട്. ദൂരത്താട്ടെ ആ ഒരു ഫ്ലാഗും അതിനെ കാണാൻ സാധിച്ചു. എന്നിട്ട് തുറിച്ച് ഒന്നുകൂടെ നോക്കിയതിന് ശേഷം അത് തിരിച്ച് ഓടിക്കളഞ്ഞു, ഒന്നും തന്നെ ചെയ്യാതെ. അല്ല, അത് ഓടിക്കളഞ്ഞോ? നാശം, എന്തു പറ്റി? അതെനിക്കെങ്ങനെ അറിയാനാണ്? പക്ഷേ അത് പിന്നിൽ എന്തോ കണ്ടതിന് ശേഷമാണ് പെട്ടെന്നാണ് അവനും ആ ഒരു ഫ്ലാഗ് ശ്രദ്ധിച്ചത്. അല്ല, ഇനിയെങ്ങാനും ഈ ഫ്ലാഗ് കണ്ടിട്ടാണോ? ഇതേ സമയം പിന്നെ കാണുന്നത് ആ കിമിമുറിയ മുന്നിലേക്ക് ഓടുന്നതാണ്. അതാട്ടെ അവന്റെ മുമ്പിൽ വന്ന എല്ലാ മനുഷ്യരെയും ഓടിച്ചിട്ട് കഴിക്കാനായിട്ട് തുടങ്ങി. ഇതേ സമയം ഒരു വൈൽഡ് ബീസ്റ്റ് എന്നതിനെ പോലെ തന്നെ എല്ലാത്തിനെയും കൊന്ന് കളയുകയാണ്. നാശം, നാശം, എനിക്ക് എന്റെ ക്യൂ ഇല്ലാതെ എനിക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? അവരെന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്? നാശം, ഇതൊട്ടും തന്നെ നല്ലതല്ല. ഇത് എവിടെ നിന്നാണ് വന്നതെന്ന് പറഞ്ഞ് അവൻ മുന്നിലേക്ക് ഓടിച്ചെന്നപ്പോഴാണ് തന്നെ മുമ്പിലേക്ക് അവൻ എത്തിയത്. ഭാഗ്യം, ഒരാൾ കണ്ടു. എന്നെ സഹായിക്കൂ, എന്നെ സഹായിക്കൂ, എന്റെ പുറകിൽ മോൺസ്റ്റർ ഉണ്ടെന്ന് പറഞ്ഞോണ്ട് അവൻ ലിറ്ററലി ചെന്ന് കയറിയത് ഒരു മോൺസ്റ്ററിന്റെ അടുത്തേക്ക് തന്നെയായിരുന്നു. മോൺസ്റ്ററോ? എവിടെ? ഇതേ സമയം ആ കിമിമോറിയോ അവന്റെ അടുത്തേക്ക് വന്നപ്പോൾ കണ്ട കാഴ്ച എന്ന് പറഞ്ഞത്, ഇപ്പോ രക്ഷിക്കണമെന്ന് പറഞ്ഞ് ചെന്നവൻ അവിടെ ജീവന് വേണ്ടി കിടന്ന് പിടയുന്നതാണ്. അത് നമ്മുടെ ജിയോങ് ആയിരുന്നല്ലോ. അവന്റെ മുമ്പിലേക്കും അങ്ങനെ ആ ഒരു കിമിമോറിയോ എത്തി. അതിന്റെ കണ്ണിൽ ആ ഒരു ദേഷ്യം അവന് കാണാൻ സാധിച്ചു. അല്ല, ഇതെന്താണ്? പെട്ടെന്നാണ് ആ ഒരു മോൺസ്റ്റർ അവന്റെ അടുത്തേക്ക് നടന്ന് അടുത്തത്. ഈ സമയത്ത് ബ്ലൂ സ്പിരിറ്റ് പറയും ചെയ്യും, ഞാൻ ഇതിനു മുമ്പ് അതിനെ കണ്ടിട്ടില്ല. പക്ഷേ ആ ശബ്ദം കേട്ടിട്ട് അതൊരു ഹണ്ടർ ഓഫ് ദി വീക്ക് ആയിട്ടാണ് തോന്നുന്നത്. ഹണ്ടർ ഓഫ് ദി വീക്കോ? അതെ, അതൊരു കിമി മുറിയുവാണ്. അതിന് മനുഷ്യന്റെ തലകളാണ് കഴിക്കാൻ ഇഷ്ടം. പക്ഷേ അതിവിടെ ഉണ്ടാകേണ്ട കാര്യമില്ല. അത് നോർത്തേൺ സീയിലാണ് സാധാരണ ജീവിക്കുന്നത്. പെട്ടെന്നാണ് അവൻ ഞെട്ടിയത്. കാര്യം അതാടെ ചാടി വന്ന് നമ്മുടെ ജിയോങ്ങിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് വരികയായിരുന്നു. ജിയോങ് അടുത്ത സെക്കൻഡ് തന്നെ ബാക്കിലേക്ക് ഡോഡ് ചെയ്തതിനു ശേഷം അവൻ ആ മന്ത്രം യൂസ് ചെയ്യാനായിട്ട് തുടങ്ങി. അതിനുശേഷം 4 പീക്ക് ഇന്നർ ലോക്ക് ടെക്നിക്ക് യൂസ് ചെയ്ത് അതിനെ കംപ്ലീറ്റ്ലി അടച്ചിട്ടു എന്ന് തന്നെ പറയണം. പെട്ടെന്ന് അവന് തന്നെ ഷ്രിങ്ക് ചെയ്യാനായിട്ട് തുടങ്ങി. അത് ഷ്രിങ്ക് ആയപ്പോൾ തന്നെ അതിൽ വേദന കൊണ്ട് അലറാനും തുടങ്ങി. ജിയോങ് ഒട്ടും തന്നെ ഹോൾഡ് ബാക്ക് ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ലായിരുന്നു. അവൻ ആ പിടി മുറുക്കിയപ്പോൾ വേദന കൊണ്ട് അത് അലറുകയും ചെയ്തു. എന്നാൽ അടുത്ത നിമിഷമാണ് തൻ്റെ നഖങ്ങൾ യൂസ് ചെയ്ത് ആ ഒരു ബാരിയർ അതങ്ങോട്ട് ബ്രേക്ക് ചെയ്തതും ജിയോങ് ബാക്കിലേക്ക് തെറിച്ച് പോയതും. ഈ സമയത്ത് അത് വിചിത്രമായ ശബ്ദം ഉണ്ടാക്കാനും തുടങ്ങി. അത് ശരിക്കും ദേഷ്യത്തിലായിരുന്നു. എന്നാൽ ജിയോങ്ങും ഒട്ടും വിട്ടുകളയാൻ ആഗ്രഹിക്കുന്നില്ലായിരുന്നു. അത് ജിയോങ്ങിന്റെ കണ്ണിലേക്ക് തുറച്ച് നോക്കി. ജിയോങ്ങും അതേ രീതിയിൽ തന്നെ തുറച്ച് നോക്കുകയും ചെയ്തു. എന്നാൽ അടുത്ത നിമിഷം പതുക്കെ ആ കാലുകൾ അത് പുറകിലേക്ക് എടുത്തു വെച്ചു. എന്നിട്ട് തിരിഞ്ഞ് ഒറ്റ ഓട്ടം അങ്ങോട്ട് ചെയ്തു. അല്ല, അത് തിരിച്ചു പോയോ? മേ ബി നീ ഡിഫിക്കൽട്ടായ ഒരു പ്രേ ആയതുകൊണ്ടായിരിക്കും. പക്ഷേ ആ ഒരു മന്ത്രം അതെന്താണ് അവിടെ വർക്ക് ആകുന്നത്? ഞാൻ വിചാരിച്ചത് ഓംനിയസ് ബീസ്റ്റിനും അതിന്റെ വീക്കറുള്ള ബീസ്റ്റിനും അത് വർക്ക് ആകുന്നതാണല്ലോ. ഹണ്ടർ ഓഫ് ദി വീക്ക് എന്ന് പറയുന്നത് ശരിക്കും സ്ട്രോങ്ങർ ആണ്. അത് ഫുള്ളി ഗ്രോ ആയിട്ടില്ല. പക്ഷേ അങ്ങനെ ഗ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ശരിക്കും ഡേഞ്ചറസ് ആണ്.
ആൻഡ് അതിനെ കണ്ടിട്ട് അത് ഓൾമോസ്റ്റ് അഡൾട്ടിലേക്ക് എത്താറുമായിട്ടുണ്ട്. നാശം അതിപ്പോൾ കുറച്ച് ഡിഫിക്കൽട്ട് ആണല്ലേ. എന്തേ നീ വിഷമിക്കുകയാണോ? നിന്റെ ആ മന്ത്രം വർക്ക് ആകാത്തതുകൊണ്ട് നീ എന്തിനാണ് വിഷമിക്കുന്നത്? ഞാൻ നിന്റെ കൂടെ ഇല്ലേന്ന് ബ്ലൂ സ്പിരിറ്റ് ചോദിക്കും. ഹേ, അതുകൊണ്ടല്ല. സത്യം പറഞ്ഞാൽ ഇങ്ങനെയാണെങ്കിൽ അവൻ എൻ്റെ പ്രൈസിനെ സ്റ്റീൽ ചെയ്യുകയല്ലേ. നാശം, ഞാൻ കുറച്ചുകൂടെ പെട്ടെന്ന് കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം. അല്ലെങ്കിൽ എനിക്ക് ഭക്ഷിക്കാനായിട്ട് ഒന്നും തന്നെ വെച്ചേക്കത്തില്ല അത്. പിന്നെ കാണിക്കുന്നത് ഒരു വലിയ കല്ലും പൊക്കി പിടിച്ചുകൊണ്ട് രണ്ടുപേർ നടക്കുന്നതാണ്. അല്ല, ഇതൊക്കെ ചെയ്യേണ്ട വല്ല കാര്യമുണ്ടോ? അല്ല, ബാക്കിയുള്ള ഫ്ലാഗ് വേണം എങ്കിൽ ഇത് നമുക്ക് ബ്രേക്ക് ചെയ്തിട്ട് അതും കൊണ്ട് പോയാൽ പോരെ. ഞാൻ പറയുന്ന പോലെ അങ്ങോട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞ് അവർ നേരെ മുന്നിലേക്ക് നടന്നു. എൻ്റെ അസംഷൻ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും എന്നോട് നന്ദി പറഞ്ഞോളൂ. ആ നിമിഷമാണ് ആ കിമി മറിയ വീണ്ടും അവരുടെ മുന്നിലേക്ക് വന്നത്. നാശം, ആ ഒരു മോൺസ്റ്റർ അടങ്ങി നിൽക്കി, ശബ്ദിക്കരുത്. ഈ സമയത്ത് ആ കിമി മറിയ അത് കണ്ട് എന്നിട്ട് നേരെ തിരിച്ച് ഓടാനും തുടങ്ങി. അല്ല, അത് തിരിച്ചോടിക്കളഞ്ഞു. ആ, അപ്പോൾ എനിക്ക് തോന്നിയതുപോലെ തന്നെ ആ ഒരു ഫ്ലാഗ് നമ്മുടെ കയ്യിലുള്ളത്ര നാള് അത് നമ്മളെ ഉപദ്രവിക്കത്തില്ല. സോ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ ചെല്ലണം. കാര്യം അധികം ആൾക്കാർക്കൊന്നും ഇത് മനസ്സിലായിട്ടുണ്ടായിരിക്കത്തില്ല. പക്ഷേ ആ ഒരു ടെക്നിക്കിനെ പറ്റി കുറച്ചെങ്കിലും പേര് മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും. ഇതേ സമയത്ത് ഓരോരുത്തരും ആ ടെക്നിക്സ് എന്താണെന്നൊക്കെ നോക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ നമ്മുടെ യങ്ങസ്റ്റ് ഉണ്ട്. വാ, വേഗം തന്നെ പോന്ന് പറഞ്ഞ് അവൻ നേരെ മുന്നിലേക്ക് പോകാനും തുടങ്ങി. പിന്നെ കാണിക്കുന്നത് ആ ക്ലിഫിന്റെ മറ്റൊരു സ്ഥലമാണ്. ഒത്തിരിയധികം മരിച്ചവരുടെ ശരീരം ആ ഒരു ക്യാനേജിലൊക്കെ എടുത്ത് കൂട്ടിവെക്കുകയും ചെയ്യും. അല്ല, ഇത്രയുള്ളോ? അതെ, നമുക്കിനി പോകാം. അങ്ങനെ അവർ മുന്നിലേക്ക് ആ ഒരു വാലിനെ ഉന്നമിച്ച് നടക്കുകയും ചെയ്തു. കുറച്ചു ദൂരത്തിന് ശേഷം ഒരുത്തനായിട്ട് ഒരു ചാംസ് ഒക്കെ അവരുടെ ശരീരത്ത് എടുത്ത് വെക്കുകയും ചെയ്യും. ഇത് വെച്ചവരെ എല്ലാവരും എടുത്ത് താഴത്തേക്ക് എറിഞ്ഞേക്ക്. പിന്നെ ഒരു കാര്യം മറക്കണ്ട, നിങ്ങൾ താഴത്തേക്ക് നോക്കാൻ പാടില്ല. പിന്നെ കാണിച്ചത് മരിച്ചവരുടെ ശരീരം അവർ ഓരോരുത്തരായിട്ട് എടുത്ത് നിലത്തേക്ക് എറിയുന്നതാണ്. അല്ല, ഇതിൻ്റെയൊക്കെ കാര്യമുണ്ടോ? ഇതിനങ്ങളുടെ കത്തിച്ച് കളഞ്ഞ പോരെ. ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ല. അല്ല, എന്നോട് ക്ഷമിക്കണം. കുഴപ്പമില്ല, നമ്മൾ കുറെ നാളായിട്ട് ഇതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. ഒരു ഫ്ലോ ഇങ്ങനെയാണ്. അല്ല, എങ്കിലും മേ ബി അത് അടുത്തതിനുള്ള വളമാണെങ്കിലോ. പക്ഷേ നീ ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാര്യം ഹയർപ്സിന് ചോദ്യങ്ങൾ ചോദിക്കുന്നത് അത്ര ഇഷ്ടമല്ല. എങ്കിലും ഇവരെന്താണ് ഈ പറയുന്നത്? ഇത് എന്ത് വളമാകാനാണ്? അതിലുപരി ഇപ്പോ ഇവിടെ എത്രയധികം ശവങ്ങളുണ്ട്. എല്ലാത്തിനും എടുത്ത് എറിഞ്ഞു കളഞ്ഞ അതത്ര നല്ലതായിരിക്കുമോ? എങ്കിലും ഇതേ സമയം ആ ക്ലിഫിൽ നിന്ന് വളരെയധികം ഒമ്നോസ് ഉള്ള ഒരു എനർജി വരുന്നുണ്ട്. സത്യം പറഞ്ഞ അതിന്റെ കീഴിൽ എത്രയധികം ശവശരീരങ്ങൾ കാണും. അതേസമയം ആ ഒരു ഗാർഡ് കംപ്ലീറ്റ്ലി അതിൽ മയങ്ങി പോയിരുന്നു. പെട്ടെന്നാണ് ഒരു കൈ വന്നു വെച്ചതും അവൻ ഞെട്ടിത്തെറിച്ചു പോയത്. കാര്യം ആ ക്ലിഫിന്റെ തൊട്ട് സൈഡിലായിരുന്നു. നാശു, ഞാനിപ്പോഴാണ് ഇവിടേക്ക് വന്നത്. ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞില്ലേ താഴത്തേക്ക് നോക്കാൻ പാടില്ലെന്ന്. ഒരു കാര്യം മനസ്സിൽ വെച്ചോളൂ, എന്തൊക്കെ വന്നാലും താഴത്തേക്ക് നിങ്ങൾ നോക്കാൻ പാടില്ല. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അത് നിങ്ങളെ കംപ്ലീറ്റ്ലി പൊസസ് ചെയ്യുന്നതായിരിക്കും. പിന്നെ കാണിക്കുന്നത് ആ ഒരു ക്ലിഫിൻ്റെ അന്ന് വളരെയധികം മാസീവുള്ള ഒരു ഒമ്നസ് ഉള്ള എനർജി മുകളിലേക്ക് വരുന്നതാണ്. അതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്.